ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്കിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആൻഡ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ്. അപ്പോൾ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മാക്രോ എക്കണോമിക്കിൻ്റെ തന്നെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. മോഡേൺ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. കെയ്നീഷ്യൻ എക്കണോമിക്സും അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ സിന്തസിസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിനുള്ളത്. It emerged in the 1980s as a response to the shortcomings of classical economics in explaining short-term fluctuations in the economy. എക്കോണമിയിൽ ഉണ്ടാകുന്ന ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്ലാസിക്കൽ എക്കണോമിക്സിനുണ്ടായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സിനെ മറികടക്കാൻ എന്ന രീതിയിലാണ് ഈ ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എമേർജ് ചെയ്തത്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ മെയിനായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സ്റ്റിക്കി പ്രൈസ് ആൻഡ് വേജ് ആണ്. പ്രൈസും വേജും സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് അതിനെപ്പറ്റിയാണ് മെയിനായിട്ടും ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. New Keynesians emphasize the role of sticky prices and nominal rigidities in the economy. നമ്മുടെ എക്കോണമിയിൽ സ്റ്റിക്കി പ്രൈസസിൻ്റെയും അതുപോലെ തന്നെ നോമിനൽ റിജിഡിറ്റിയുടെയും അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ റോൾ എന്താണ് എന്നാണ് ന്യൂ കെയ്നീഷ്യൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് പ്രൈസസ് ആൻഡ് വേജസ് ഡു നോട്ട് അഡ്ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഓർ സപ്ലൈ ലീഡിങ് ടു ഷോർട്ട് ടൈം ഡീവിയേഷൻസ് ഫ്രം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന ചേഞ്ചസ് പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൈസിലോ വേജസിലോ ചേഞ്ചസ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാത്തത് ലീഡിങ് ടു ഷോർട്ട് ടൈം ഡീവിയേഷൻസ് ഫ്രം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ ചെറിയ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡീവിയേഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പെർഫെക്റ്റ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്, ഈ പെർഫെക്റ്റ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് പ്രൈസ് എപ്പോൾ വേണമെങ്കിലും മാറാമെന്നുള്ള ആ ഒരു ഫ്ലെക്സിബിൾ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു സ്റ്റിക്കിനെസ് കൊണ്ടുവരുമ്പോൾ അതാണ് മെയിനായിട്ട് ന്യൂ കെയ്നീഷ്യൻ മോഡൽസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. പ്രൈസും വേജസും ഒക്കെ ഒരു സ്റ്റിക്കി ആയിട്ട് വെക്കുക. അതിൽ എക്കോണമിയിൽ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും ഷോർട്ട് കമ്മിങ്ങിലേക്ക്, അതായത് ഷോർട്ട് പീരീഡിൽ തന്നെ പ്രൈസിലും വേജസിലും അപ്പം തന്നെ ചേഞ്ച് ഉണ്ടാവാതിരിക്കുക. ആ ഒരു അവസ്ഥയാണ് ന്യൂ കെയ്നീഷ്യൻസ് എക്കണോമിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത മെയിനായിട്ടുള്ള പോയിൻ്റാണ് ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. ന്യൂ കെയ്നീഷ്യൻസ് മുന്നോട്ട് വയ്ക്കുന്ന വേറെ രണ്ട് ആശയങ്ങളാണ് ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷനും അതുപോലെ തന്നെ റാഷണൽ എക്സ്പെക്റ്റേഷൻസും. ന്യൂ കെയ്നീഷ്യൻസ് ഇൻകോർപ്പറേറ്റ് ദ അസംപ്ഷൻ ഓഫ് ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഇൻ ടു ദെയർ മോഡൽസ്. ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന അസംഷനും റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന അസംഷനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദ റെക്കഗ്നൈസ് ദാറ്റ് എക്കണോമിക് ഏജൻറ്റ്സ് മേ നോട്ട് ഹാവ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ലീഡിങ് ടു സബ് ഒപ്റ്റിമൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് എക്കണോമിക് ഏജൻറ്റ്സിന് മാർക്കറ്റ് ഇൻഫോർമേഷൻ ഫുള്ളായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെ ഒരു സബ് ഒപ്റ്റിമൽ ഡിസിഷൻ മേക്കിംഗ് ആയി പോകും. അതായത് ഡിസിഷൻ മേക്കിംഗ് ഒന്നും കാര്യമായിട്ട് നടക്കില്ല. ഹവർ ഏജൻറ്റ്സ് ആർ അസ്യൂം ടു യൂസ് അവൈലബിൾ ഇൻഫർമേഷൻ എഫിഷ്യൻ്റ്ലി ടു ഫോം ദെയർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻസ്. ഏജൻസിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയില്ല എങ്കിൽ അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ കൊളാപ്സ്ഡ് ആവും. എങ്കിൽ കൂടിയും ഏജൻസിന് കിട്ടുന്ന അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആക്കി ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് മാക്സിമം ആയിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തതായിട്ട് റോൾ ഓഫ് മോണിറ്ററി പോളിസിയുടെ റോൾ എന്താണെന്ന്, ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ മോണിറ്ററി പോളിസിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് നോക്കുന്നത്. ന്യൂ കെയ്നീഷ്യൻസ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ സ്റ്റെബിലൈസ് ദ എക്കോണമി. എക്കോണമീനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ, എക്കോണമീനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസിയുടെ ഇമ്പോർട്ടൻസ് ന്യൂ കെയ്നീഷ്യൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർഗ്യൂ ദാറ്റ് സെൻട്രൽ ബാങ്ക്സ് ക്യാൻ ഇൻഫ്ലുവൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സ്റ്റെബിലൈസ് ഔട്ട്പുട്ട് ത്രൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മണി സപ്ലൈ. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും മണി സപ്ലൈയുടെയും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഔട്ട്പുട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യാനും സെൻട്രൽ ബാങ്ക്സിന് കഴിയുമെന്നാണ്
ന്യൂ കെയ്നീഷ്യൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസിക്ക് വളരെയധികം പ്രാധാന്യമാണ് ന്യൂ കെയ്നീഷ്യൻസ് കൊടുക്കുന്നത്. Monetary policy can address short-term fluctuations and mitigate the impact of nominal rigidities on the economy. ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസിക്ക് പെട്ടെന്ന് സാധിക്കും. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് റേറ്റിലോ മണി സപ്ലൈയിലോ ഉണ്ടാകുന്ന ചേഞ്ചസിലൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെ അഗ്രഗേറ്റ് ഡിമാൻഡിനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസിക്ക് വളരെയധികം പ്രാധാന്യമാണ് ന്യൂ കെയ്നീഷ്യൻസ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഫിസ്ക്കൽ പോളിസി ആൻഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഫിസ്ക്കൽ പോളിസിയുടെ ഇമ്പോർട്ടൻസും ന്യൂ കെയ്നീഷ്യൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ന്യൂ കെയ്നീഷ്യൻസ് റെക്കഗ്നൈസ് ദ പൊട്ടൻഷ്യൽ റോൾ ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ സ്റ്റെബിലൈസിങ് ദ എക്കോണമി ഡ്യൂറിങ് റിസഷൻസ് ഉണ്ടായ സമയത്തൊക്കെ ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയിലൂടെ എക്കോണമീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഫിസ്ക്കൽ പോളിസിയുടെ പൊട്ടൻഷ്യൽ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എടുത്തു കാണിക്കുന്നുണ്ട്. They suggest that temporary increases in government spending or tax cuts can boost aggregate demand and stimulate economic activity. എക്കണോമിക് ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുകയോ അതുപോലെ തന്നെ ടാക്സ് കട്ടുകൾ ടെമ്പററി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അത് ബൂസ്റ്റ് ചെയ്യുകയും എക്കണോമിക് ആക്ടിവിറ്റിനെ അത് കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് അപ്പം ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ അനിവാര്യമാണ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫിസ്ക്കൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് സീൻ ആസ് നെസസറി ടു കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് എൻഷുർ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് ഫെയിലിയേഴ്സ് കറക്റ്റ് ചെയ്യപ്പെടുന്നതിനും സമയാസമയത്തുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ തന്നെ വേണമെന്നാണ് ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നത്. അടുത്തതായിട്ട് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസും എക്സ്റ്റേണാലിറ്റീസും എക്കോണമിയുടെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്നാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. ന്യൂ കെയ്നീഷ്യൻസ് എംഫസൈസ് ദ പ്രസൻസ് ഓഫ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് ക്യാൻ ലെഡ് ടു ഇൻഎഫിഷ്യൻസീസ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. മെയിനായിട്ട് അവർ പറയുന്നത് റിസോഴ്സ് അലോക്കേഷനിൽ ഇൻഎഫിഷ്യൻസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംപെർഫെക്ഷൻസിനും എക്സ്റ്റേണാലിറ്റീസിനും കഴിയും. They argue that these imperfections such as monopolistic competition or asymmetric information can result in suboptimal outcomes. അതുപോലെ തന്നെ ഇങ്ങനെ ഇംപെർഫെക്ഷൻസ് പോലെയുള്ള മൊണോപോളിസിക് കോമ്പറ്റീഷനും അതുപോലെ തന്നെ അസിമെട്രിക് ഇൻഫോർമേഷനും അതായത് പൂർണ്ണമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏജൻസിയിൽ ലഭിക്കാത്ത വിധം ആ ഒരു ഭാഗത്തിൽ അവർ റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ സബ്-ഒപ്റ്റിമലായി പോകും. അതുപോലെ തന്നെ റിസൾട്ട്സും ഔട്ട്കംസിലുണ്ടാകുന്ന ചേഞ്ചസും എല്ലാം സബ്-ഒപ്റ്റിമലായി പോകും. ഒപ്റ്റിമലായിട്ടുള്ള റിസോഴ്സ് എഫിഷ്യൻസി വെച്ചിട്ട് ഒപ്റ്റിമലായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കാൻ അത് സാധ്യമല്ല. അപ്പം അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. ഈ മാർക്കറ്റ് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റീസും റെഗുലേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നത്. അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന റെഗുലേഷൻസ്, അതായത് ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റുന്ന റെഗുലേഷൻസ് അതുപോലെ തന്നെ കറക്റ്റീവ് ടാക്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാർക്കറ്റ് ഫെയിലിയേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നാണ് ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വളരെ വലിയൊരു കാര്യമാണെന്നാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനിലൂടെ ഇത് കറക്റ്റ് ചെയ്യപ്പെടാമെന്നും ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ലോങ് റൺ ന്യൂട്രാലിറ്റി ഓഫ് മണി. ന്യൂ കെയ്നീഷ്യൻസ് ജനറലി എഗ്രി വിത്ത് ദ ക്ലാസിക്കൽ വ്യൂ ദാറ്റ് ഇൻ ദ ലോങ് റൺ ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ഡു നോട്ട് അഫക്ട് റിയൽ വേരിയബിൾസ് സച്ച് ആസ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഹവർ ഇൻ ദ ഷോർട്ട് റൺ മോണിറ്ററി പോളിസി ക്യാൻ ഹാവ് റിയൽ എഫക്ട്സ് ത്രൂ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്രൈസസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അപ്പം ന്യൂ കെയ്നീഷ്യൻസ് എഗ്രി ചെയ്യുന്ന വളരെ ഒരു കാര്യമാണ്. ക്ലാസിക്കൽ വ്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂ കെയ്നീഷ്യൻസ് എഗ്രി ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ലോങ് റണ്ണിൽ മണി ന്യൂട്രലായിരിക്കും. അതായത് മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ലോങ് റണ്ണിലേക്കായിട്ടുള്ള അതിൻ്റെ റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെൻറ്റിനെയോ ഒന്നും ബാധിക്കുന്നില്ല. അതൊരു ന്യൂട്രലായിട്ട് തന്നെ പോകും. പക്ഷേ ഷോർട്ട് റണ്ണിലാണെങ്കിൽ മോണിറ്ററി പോളിസിക്ക് റിയൽ എഫക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡിലും പ്രൈസസിലും എക്സ്പെക്റ്റേഷൻസിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലോങ് റൺ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത് പോളിസി ഇംപ്ലിക്കേഷൻസ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പ്രൊവൈഡ്സ് എ തിയറട്ടിക്കൽ ബേസിസ് ഫോർ കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസ് ടു മാനേജ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ്. ഇറ്റ് സപ്പോർട്ട്സ് ആക്റ്റീവ് മോണിറ്ററി പോളിസി ടു സ്റ്റെബിലൈസ് ദ എക്കോണമി ആൻഡ് ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസി ഡ്യൂറിംഗ് റിസഷൻസ്. ന്യൂ കെയ്നീഷ്യൻസ് ഓൾസോ അഡ്വക്കേറ്റ് ഫോർ പോളിസീസ് ദാറ്റ് അഡ്രസ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോങ് ടൈം എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ കണ്ടിരുന്നു പോളിസി, മോണിറ്ററി പോളിസി ആയിക്കോട്ടെ, ഫിസിക്കൽ പോളിസി ആയിക്കോട്ടെ, അതിൻ്റെ അതേത് സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. ഫ്ലക്ച്വേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസ് തിയറട്ടിക്കൽ ബേസിസിൽ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ടുള്ള മോണിറ്ററി പോളിസി വേണമെന്നും അതുപോലെ തന്നെ റിസഷൻ ടൈമിൽ ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസീസുകൾ വേണമെന്നും ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ കെയ്നീഷ്യൻസ് ഓൾസോ അഡ്വക്കേറ്റ്സ് ഫോർ പോളിസീസ് ദാറ്റ് അഡ്രസ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോങ് ടൈം എക്കണോമിക് ഗ്രോത്ത്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസും അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റീസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനൊക്കെ വേണമെന്ന് ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് ടൈം എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റേതായ മോണിറ്ററി പോളിസീസും അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസീസും അത്യാവശ്യമാണെന്നും ന്യൂ കെയ്നീഷ്യൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ന്യൂ കെയ്നീഷ്യൻസ് എക്കണോമിക്സിൻ്റെ ക്രിറ്റിസിസംസ് നോക്കുകയാണെങ്കിൽ അതിൽ ക്രിറ്റിസിസംസ് ഉണ്ട്. കാരണം ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് ന്യൂ കെയ്നീഷ്യൻ മോഡൽ സ്റ്റിൽ റിലേ ഓൺ അൺറിയലിസ്റ്റിക് അസംപ്ഷൻസ് സച്ച് ആസ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഏജൻസ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് അസംഷനിൽ തന്നെയാണ് ന്യൂ കെയ്നീഷ്യൻസ് മുറുകെ പിടിച്ചിരിക്കുന്നതാണ് ക്രിറ്റിക്സ് പറയുന്നത്. ഒന്നാമതായിട്ട് റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഏജൻസിന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസ് എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് ഏജൻസ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് അസംഷൻ ആണെന്നാണ് ക്രിറ്റിക്സ് പറയുന്നത്. അപ്പം റാഷണൽ എക്സ്പെക്ടേഷൻസും റെപ്രസെൻറ്റേറ്റീവ് ഏജൻസ് എന്ന് പറയുന്ന unrealistic assumptions ആണ്. Some argue that new Keynesian policies may have unintended consequences such as inflationary pressure or crowding out private investment. അതായത് ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ മോണിറ്ററി പോളിസീസൊക്കെ പല രീതിയിൽ കൂട്ടും കുറയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള കോൺസിക്വൻസസ് അവിടെ ഉണ്ടാകും. ചിലപ്പോൾ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രൗഡിങ് ഔട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ക്രൗഡിങ് ഔട്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് രണ്ടും ക്രിറ്റിസിസംസ് ആയിട്ട് പറയാൻ പറ്റും. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ടോപ്പിക്കിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്